കൊച്ചി മെട്രോ തൂണിൽ ഒരാഴ്ചയിലധികം കുടുങ്ങിയ പൂച്ച ചെല്ലാനം അനിമൽ റെസ്ക്യൂ സെന്ററിൽ നിരീക്ഷണത്തിലാണ്. 14 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ പുലർച്ചെ 1:30-ഓടെയാണ് ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീം അംഗവും ചേർന്ന് പൂച്ചയെ താഴെയിറക്കിയത്. ഇന്നലെ പകൽ 11 മണിയോട് കൂടി തുടങ്ങിയ രക്ഷാദൗത്യം അവസാനിച്ചത് ഏകദേശം പുലർച്ചെ 1:30 മണിയോട് കൂടിയാണ്. 11 മണിയോട് കൂടി പൂച്ചയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ട്രാഫിക് ജാമും അതുപോലെ മെട്രോയുടെ പ്രവർത്തനങ്ങളെയൊക്കെ സാരമായി ബാധിച്ചതുകൊണ്ട് തന്നെ അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതേസമയം മൃഗസ്നേഹികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും ഒരു 3:30യോട് കൂടി വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിച്ചു. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയത് പിന്നീടും രക്ഷാദൗത്യത്തെ സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പുതിയ ലിഫ്റ്റ് കൊണ്ടുവന്ന ശേഷം പൂച്ചയെ തിരഞ്ഞെങ്കിലും പൂച്ച ഗർഡറുകൾക്കിടയിലുള്ള ഹോളിലേക്ക് കയറിപ്പോയതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിന് അത് വിഘാതം സൃഷ്ടിച്ചു. തുടർന്നാണ് രാത്രി 11:30-ക്ക് ശേഷം മെട്രോ സർവീസുകൾ അവസാനിച്ച ശേഷം വീണ്ടും പൂച്ചയെ പിടികൂടാനുള്ള ദൗത്യം പുനരാരംഭിക്കാം എന്നുള്ള തീരുമാനമായത്. അപ്പോഴും വലിയ പ്രതിഷേധം മൃഗസ്നേഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും അത് കൊച്ചി നഗരത്തെ തന്നെ സ്തംഭനാവസ്ഥയിലാക്കുന്ന തരത്തിലുള്ള ട്രാഫിക് ജാമും അതുപോലെ മെട്രോ സർവീസ് പൂർണ്ണമായും വൈദ്യുത ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത് രാത്രിയിലേക്ക് മാറ്റിവെക്കുകയാണ്. പക്ഷേ രാത്രിയിലും കനത്ത മഴ ഈ ദൗത്യത്തിന് വിഘാതം സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും പിന്നീട് ഒരു 1:30 പുലർച്ചെ 1:30 കൂടിയാണ് പൂച്ചയെ പിടികൂടാനായത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പൂച്ച ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്, ഈ തൂണുകൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആളുകൾക്ക് അതിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ റീച്ചബിൾ ആയിരുന്നു. പക്ഷേ പിന്നീട് പൂച്ച ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഈ ആൾക്കൂട്ടം രക്ഷാദൗത്യത്തിനായി ആൾക്കൂട്ടം കൂടുമ്പോൾ അത് വീണ്ടും അതിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും, അതായത് പൂച്ച ഭയന്ന് ഗർഡറുകൾക്കിടയിലേക്ക് ഉള്ള ഹോളിലേക്ക് കയറിപ്പോയതിനെ രക്ഷാദൗത്യത്തെ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് രാത്രിയിലാണ് ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നെങ്കിലും രാത്രി തോപ്പുംപടിയിലുള്ള ആശുപത്രിയിൽ പൂച്ചയെ എത്തിച്ചു. തുടർന്ന് പൂച്ച ഇപ്പോൾ ആനിമൽ റെസ്ക്യൂ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൂച്ചയുടെ ആരോഗ്യനില പൂർണ്ണമായും ആരോഗ്യവാനായി തന്നെയാണ് പൂച്ച ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.